വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ടു ആഫ്രിക്ക ബൈ അജിയ. ഇന്ന് വീക്കെൻഡാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ഏത്തങ്ക കിട്ടിയത്, പഴുത്തതും അതുപോലെ തന്നെ പച്ചയും. സാധാരണ ഇവിടെ ഏത്തങ്ക ചെയ്യാറ് റോസ്റ്റാണ്, പക്ഷേ നമുക്കത് വലുതായിട്ട് ഇഷ്ടപ്പെടാറില്ല. കാരണം അധികം പഴുത്തതും ആയിരിക്കത്തില്ല, എന്നാൽ ഭയങ്കര പച്ചയല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു മധുരം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇത്രയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടി. നമുക്ക് പച്ച കുറച്ച് ചിപ്സ് ഉണ്ടാക്കാം, അതുപോലെ പഴുത്തത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആദ്യം ചിപ്സിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എടുത്ത് ഇങ്ങനെ വറുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു 2 വെച്ച് കിട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര ഇരിക്കുകയല്ലേ, വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഇന്ന് നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ റെഡിയാക്കി, അതായത് തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി. നമ്മൾ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കറണ്ട് വന്നത്. അപ്പോൾ ലൈറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ എടുത്താലേ പറ്റത്തുള്ളൂ. അതുപോലെ പുറത്തിപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്, എങ്കിലും വെതർ ഇപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ 10 മണിയായി, പക്ഷേ ഇപ്പോഴും വെതറിന് ഒരു ചേഞ്ചസ് ഇല്ല. നല്ല തണുപ്പും മഴയും ഒക്കെ ഉണ്ട്. സോ കണ്ടോ, വേഗം തന്നെ കായകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചിപ്സ് എല്ലാവരും കഴിച്ചിട്ട് ഇഷ്ടമാണോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നതാണ് കേട്ടോ. ചിപ്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും എന്നെ ഹെൽപ്പൊക്കെ ചെയ്തു. അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പുറത്ത് മഴ ആയതുകൊണ്ട് പുറത്തെ കിച്ചണല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, അകത്ത് കിച്ചണാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ കുറച്ച് പഴുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇത് നല്ല കരിഞ്ഞു പോയി. ഇത് പഴുത്ത കാ വെച്ചിട്ട് ചെയ്തതാണ്, പക്ഷെ അല്ലാതെ നന്നായിട്ട് ഉണ്ടായിരുന്നു. പച്ചക്കാ വെച്ച് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രുചിയൊക്കെ ഇവർ അറിയട്ടെ അല്ലേ. അപ്പം നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകാം. ആദ്യം നമുക്ക് ജോഷു വയ്ക്കുള്ളൂ. ജോഷു, ടേസ്റ്റ്. It is good? Do you like this sweet one or another one? I like this one. Sweet. Okay, it's a good one. Thank you. This is onion. I'm good. Yeah, I'm cutting onion. Yeah, I'm cutting onion. And as well as I'm eating chips. Chips. Prepared by Indian lady called Ajia. It's really nice. I love it. It's really sweet. So tasty. So delicious. I give you some. Oh. Come to Uganda. Touch. Best. Why one? That's where I only find these things, yeah? So, I'm in the kitchen. I'm sorry. I'm preparing lunch. See you next time. അങ്ങനെ നമുക്ക് ഒരു കണ്ടെയ്നറിൽ ചിപ്സ് ഫ്രൈ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാറുണ്ട്, അജിയ നാട്ടിലെ സാധനങ്ങളൊക്കെ മിസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ. മിസ് ചെയ്യാറുണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും മിസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സോ അങ്ങനെ ഇന്നത്തെ ചിപ്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു കണ്ടെയ്നർ ഉണ്ട്, ഇനി ബാക്കി ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.